മോർണിംഗ് ഗായ്സ്. അങ്ങനെ നമ്മൾ മോർണിംഗ് എവറസ്റ്റ് വ്യൂ പോയിൻ്റ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ടെന്ന് നമ്മുടെ ബായി പറഞ്ഞു, ഇരിക്കുന്ന ബായി പറഞ്ഞു. അപ്പോൾ ഇന്നലെ സ്റ്റേ ചെയ്തത് ഇവിടെയാണ്. ഒരു രക്ഷയില്ലാത്ത സ്റ്റേ ആയിരുന്നു. നമുക്ക് ഇന്നലെ ഫ്രീ സ്റ്റേ കിട്ടി. നമ്മുടെ കമ്പനിക്കാരൻ്റെ ആയിരുന്നു കഫേ. പുള്ളി അമേരിക്ക സെറ്റിൽഡ് ആണ്. അപ്പോൾ നമ്മളിതാ വ്യൂ പോയിൻ്റ് ട്രക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. ബഡി കമോൺ, ഫുൾ പവർ. പിന്നെ അംജി ബസാറാണ്. ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. പക്ഷെ കാഠ്മണ്ഡുവിലേം കാട്ടി കൂടുതൽ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ട്രക്കിംഗ് ഐറ്റംസ് അടിപൊളിയാണ്. പക്ഷേ റേറ്റ് കാഠ്മണ്ഡുവിനെ കാട്ടി ഒരു 100 രൂപ 200 രൂപ കൂടുതൽ എന്തായാലും ഉണ്ടാവും. ഇത്രയും ഹൈറ്റിലായതുകൊണ്ട് ഇവിടെ സാധനങ്ങൾ എത്തിക്കുന്നത് ഹെലികോപ്റ്ററിലും ഗോഡയുടെ പുറത്ത്, കഴുതയുടെ പുറത്തുമാണ്. അങ്ങനത്തെ ഇതുകൊണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷെ കുറേ കളക്ഷൻസ് ഉണ്ട്. ട്രെക്കിംഗ് ഗിയേഴ്സ് എല്ലാം ഉണ്ട്. ഫുള്ള് സാധനങ്ങളുണ്ട്. നമുക്ക് വരുന്ന വഴിക്ക് താംസേക്കു, അതിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത്. ആ പീക്കാണിത്. അടിപൊളി. താംസേക്കു കിട്ടിയാ എവറസ്റ്റ് കിട്ടിയാ? 2-3 മലയാ? നോക്കട്ടെ. അത് താംസേക്കു. ഓ അതാണോ? അവിടെ ഒരു പീക്ക്. പിന്നെ ഇവിടെ ഇവിടെ ഒരു സാധനമുണ്ട്. എനിക്ക് തോന്നുന്നു അതാന്ന് തോന്നുന്നു. ഇവിടെ ക്ലൗഡിയാണ്. പക്ഷെ എന്തായാലും ഇന്ന് എവറസ്റ്റ് കാണണം. ഇവിടുന്ന് കണ്ടിട്ട് വേണം തുടങ്ങാൻ. ലെറ്റ്സ് ഗോ അപ്പ്. നമുക്ക് വ്യൂ കിട്ടുന്ന അവിടുന്നാണ്. അപ്പം നമ്മൾ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, അങ്ങോട്ടേക്ക് പോവാം. പക്ഷേ രാവിലെ ഒരു രക്ഷയില്ല. ഇന്നലെ വന്നപ്പം ഫുള്ള് ക്ലൗഡി ആയതുകൊണ്ട് വ്യൂ ഒന്നും കിട്ടിയില്ല. പക്ഷെ ഇപ്പം ഫുൾ പവർ, സൺലൈറ്റ്, ബ്ലൂ സ്കൈ, അടിപൊളി വ്യൂ. നംജി ഫുള്ള് കാണാമല്ലോ. ഇവിടെ ഫുള്ള് 53 വീടുകളുണ്ടെന്നാണ് പറഞ്ഞത്. ഹോട്ടൽസ് 53 ഹോട്ടൽസ്. ഒരു ഇതിലാണല്ലേ നിൽക്കുന്നത്. മറ്റേ നമ്മൾ വട്ടവടയിലൊക്കെ അടിച്ചിട്ടേക്കുന്ന പോലെ. അടിപൊളി. ഓ അതാന്ന് തോന്നുന്നു മൗണ്ട് എവറസ്റ്റ്. ഇവിടുന്ന് ചെറിയൊരു വ്യൂ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ കാണുന്ന വൈറ്റ്. വാ ചാലോ അത് പിടിക്കാം. നടന്ന് നമ്മൾ നാഷണൽ പാർക്ക്. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. മ്യൂസിയം എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ എല്ലാവരും ട്രക്കിങ് തുടങ്ങിയിട്ടുണ്ട്. പയ്യെ അങ്ങനെ നടന്ന് മേളിലേക്ക് ട്രക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും. നമ്മൾ നാളെ ഉള്ളൂ. ഇന്ന് നംജിയിൽ സ്റ്റക്ക്. നംജിയിൽ കുടുങ്ങി. കണ്ടുപിടിച്ച് ഗൈസ്. എവറസ്റ്റ് വ്യൂ പോയിന്റ് 20 meters 200 meters. നമ്മൾ ദേ നടക്കുകയാണ്. ഫുൾ പവർ. എത്രയും വേഗം ഓടിക്കറാം. വാ കാണാം. വാവ് നോക്കിക്കേ, വിഷയം. ക്ലൗഡ് അങ്ങനെ വിഷയം വ്യൂ. അടിപൊളി. ഓ പെയിന്റ് ചെയ്ത പോലെ. യെസ് നമ്മളിതാ മൗണ്ട് എവറസ്റ്റ് വ്യൂ പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സഗർമാത നാഷണൽ പാർക്ക്. അയ്യോ എനിക്ക് സംസാരിക്കാൻ വയ്യ. അണയ്ക്കുന്ന ഓടിക്കേറിയിട്ടാ. ഓ ഇവിടെ ക്രൗഡാണല്ലോ.
നമ്മൾ കണ്ടിരിക്കുകയാണ് മൗണ്ട് എവറസ്റ്റ്. ബാക്കിൽ കാണുന്ന വ്യൂ ആണ് മൗണ്ട് എവറസ്റ്റിന്റെ വ്യൂ. യെസ്, അറ്റ് ലാസ്റ്റ് ഡ്രീം കം ട്രൂ. ഫുള്ള് ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ്. ഞങ്ങൾ ശാന്തിയായിട്ട് ഇതേ അമ്പാടിയെ വിളിച്ചൊക്കെ ഫോട്ടോ എടുപ്പിക്കുന്നു. അമ്പാടിയായി ഫോട്ടോഗ്രാഫർ. വാവ്. തൻസിംഗ് നോർഗെ ഷെർപ്പ, മെയ് 1914 മെയ് 1986. ഈ പുള്ളിയാണ് ഫസ്റ്റ് എവറസ്റ്റ് കീഴടക്കിയ രണ്ടാളിൽ ഒരാൾ. വാവ്, മനുഷ്യൻ തന്നെ. ഓ, എന്നാലും ആ വ്യൂ ഇന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. മേജർ എക്സ്പ്ലോറേഷൻ. മേജർ അവാർഡ്സ്. പുള്ളിയുടെയാണ് നമുക്ക് വേണ്ടത്. ഇത് ഫുള്ള് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിക്കണമെങ്കിൽ വായിക്കാം. SSS ഓൺ മെയ് 29, 1953. ഈ ഷെർപ്പയും നമ്മുടെ ഈ ഹില്ലേരിയുടെ ആണ് നമ്മുടെ ഹില്ലേരി ബ്രിഡ്ജിന് പേരിട്ടേക്കുന്നത്. പുള്ളി അവിടുത്തെ സ്കൂളൊക്കെ പണിത് കൊടുത്ത് അങ്ങനത്തെ സീനാണ്. 1953 ഇവർ രണ്ടുപേരും കൂടെ സബ്മിറ്റ് അടിച്ചു. 29,028 feet. അടിപൊളി വിഷയം. വിഷയം ഭയങ്കര ഒരു ഫീല് ഇവിടെ നിൽക്കുമ്പോൾ. മൗണ്ട് എവറസ്റ്റിന്റെ മേളിൽ കൂടെ പോകുന്നവന്മാര് ഹെലികോപ്റ്റർ. ഈ വിഷയം വല്ല റെസ്ക്യൂവോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. വാവ്, ഇതാണ് ഫുൾ മൗണ്ട് എവറസ്റ്റ് വ്യൂ. മൗണ്ട് എവറസ്റ്റ് 360 വ്യൂ ആണ് ഇവിടുന്ന്. വിഷയം ഒരു രക്ഷയില്ല. രാവിലെ വന്ന് ഇവിടെ ഇരുന്ന് പടം വരയ്ക്കുകയാണ്. എവറസ്റ്റ്. Your name? I'm Claire. Claire. Yep. Claire. You got Wow, it. nice. I'm a painter from the United States. United States. Yep, and this is my job. I'm a full-time painter, and I'm actually a watercolor teacher as well. Wow. So I teach this to people around the world. Wow, wow. So if people want to learn how to paint, it's the Adventure Art Academy. Nice. A lot of Nice. fun. I just can't believe we're here, and I'm actually painting in the Himalaya, and I made it. And it's beautiful. Where are you guys from? India. India. Oh wow. Kerala. So Kerala. This is bad of a time change for you guys. It's a terrible time change for me. 12 hours difference. Wow. എവറസ്റ്റ് മ്യൂസിയം. ഓൾഡ് 60s 80s ആൾക്കാരുടെ ഗിയേഴ്സും സംഭവമൊക്കെ നമുക്ക് നോക്കാം. ഹിസ്റ്റോറിക്കൽ ലാൻഡ്.
ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. ഫോറിനേഴ്സിന് 500, നേപ്പാളീസിന് 250. മ്യൂസിയത്തിൻ്റെ അകത്ത് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് വീഡിയോസ് ഒന്നും കിട്ടിയില്ല. പക്ഷേ അടിപൊളി സംഭവമാണ്, എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. ബാക്ക് ടു നംജി ബസാർ. റൂമിലേക്ക് പോയി പാക്ക് ചെയ്യണം. പർച്ചേസ്. ക്ലൈമറ്റൈസേഷൻ സീനായതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു ട്രക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങോട്ടാണ്. ഓ യതിയുടെ, ഇത് ഗോക്യോ പോകുന്നതാണല്ലോ. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ ചെറുതായിട്ട് ലേറ്റായി പോയി. മൗണ്ട് എവറസ്റ്റ് കാണാൻ പോയതാ, പക്ഷെ അത് മോർണിംഗ് നൈസ് വ്യൂ കിട്ടിയത് കൊണ്ട് സീനില്ല. ഇപ്പം മണി 2:30. നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു 5 മണിയാവുമായിരിക്കും അല്ലേ. ലൈറ്റ് പോകുന്നതിന് മുമ്പ് റൂം പിടിക്കണം. ഈ ട്രക്ക് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പൂൻ ഹിൽസ് ട്രക്കാണ് ഓർമ്മ വരുന്നത്. സെയിം ട്രയല്. അന്നപൂർണ പൂൻ ഹിൽസ് ട്രക്ക്. ഒരു ഷോർട്ട് കട്ട് എടുത്ത് നോക്കാം. സിനായി ഗൈസ്, തെറ്റിച്ചു, വഴി തെറ്റിച്ചു. ബാബ വഴി തെറ്റിച്ചു. നംജെ ഫുൾ വ്യൂ ആണ് ഈ കാണുന്നത്. നമ്മൾ മോർണിംഗ് പോയത് അവിടെയാണ്, ഹെലിപ്പാഡ്. അവിടെ നിന്നാണ് എവറസ്റ്റിൻ്റെ വ്യൂ വരുന്നത്. പിന്നെ ദേ ഇവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട്, സ്കൂളാണ് ആ കാണുന്ന, ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട്. മൊത്തം 53 ഹോട്ടൽസ് ഉണ്ട് ടോട്ടൽ. 55 ഹോട്ടൽസ് അല്ലേ, 55 ഹോട്ടൽസ് ഉണ്ട് ടോട്ടൽ. ഇതാണ് നംജയുടെ ഫുൾ വ്യൂ.
ഒരു കൂട്ടം ടീംസ് വരുന്നുണ്ട്. എല്ലാരും തിരിച്ചിറങ്ങുക, നമ്മളപ്പം കയറുന്നതേ ഉള്ളൂ. ഷെർപ്പ പിള്ളേർ വരുന്നുണ്ട്. ഹലോ, നമസ്തേ. ഫുൾ പവർ. I'm addicted. Your love's a drug and I'm the victim. Your love's a drug and I'm the victim. Your love's a drug and I'm the victim. വർഷങ്ങൾക്ക് മുമ്പ് സേവ് ചെയ്ത് വെച്ച മൊണാസ്ട്രി കിട്ടിയിരിക്കുകയാണ്. യതിയുടെ സ്കള്ളുള്ള മൊണാസ്ട്രിയാണ്. ഏകദേശം ഇവിടെ നിന്ന് പൈസ കൊടുക്കാം, കാണാം, നോക്കാം. ഇതുവഴി പോകണം. അല്ല, അതോ അത് കുംജും. യെസ്, അവേ ഓക്കെ. റിസോർട്ടാ അല്ലേ? റിസോർട്ട്, എവറസ്റ്റ് വ്യൂ റിസോർട്ട്. എവറസ്റ്റ് കാണാൻ പറ്റുന്ന റിസോർട്ട്. കുഞ്ചും മൊണാസ്ട്രി മേളിൽ. നമ്മളങ്ങനെ റിസോർട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതിൻ്റെ മേളിൽ കാണുന്നതാണ് മൊണാസ്ട്രി. അങ്ങോട്ടേക്ക് പോയാലോ? മൊണാസ്ട്രി. ഈ സാധനങ്ങൾ ഫുള്ള് വേസ്റ്റ് വെച്ചുണ്ടാക്കിയേക്കുവാണ് ഇവർ. വേസ്റ്റ് പ്രോഡക്ട്സ്. ഗൈസ്, ഈ ഇല മൊണാസ്ട്രികളിൽ കുന്തിരിക്കം പുകയ്ക്കുന്ന പോലെ പുകയ്ക്കുന്ന ഇലയാണ്. ഭയങ്കര ഡിവൈൻ സ്മെല്ലാണ് അഗർബത്തിയുടെ ഒക്കെ. അങ്ങനെ നടന്ന് നടന്ന് നമ്മളൊരു സ്തൂപ് എത്തിയിരിക്കുകയാണ്. നൈസ്. മലയുടെ മുകളിൽ സാധനം കൊണ്ട് വരുക ടീംസ്. റേവൻ മൗണ്ടൻ റേവൻ. കിട്ടിയാ? ഏതാ ആ മൂടി കിടക്കുന്നതാണ് മൗണ്ട് എവറസ്റ്റ്. പിള്ളേരാണ് എടുത്തിട്ട് വരുന്നത്.
പിടിയോ മൊണാസ്ട്രി ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ക്ലൈമറ്റ് സണ്ണ് ഭയങ്കര തണുപ്പ് തുടങ്ങി. ജാക്കറ്റ്സ് ഒന്നും എടുത്തിട്ടില്ല, ഗ്ലൗസ് എടുത്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. തിരിച്ച് റൂമിലേക്ക്. എന്നിട്ട് നാളെ ഇന്ന് ഫണ്ടൊക്കെ സെറ്റ് ചെയ്ത് ഫണ്ടൊക്കെ എടുത്തിട്ട് നാളെ വീണ്ടും ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സാധനത്തിനെ കണ്ടിരിക്കുകയാണ്. മൗണ്ടൻ യാക്സ് കാണാൻ പറ്റുമെന്നറിയില്ല. ചലോ തിരിച്ച് നമ്മൾ നംജി ബസാർ എത്തിയിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്, കൈയൊക്കെ ഫ്രീസായി ഗ്ലൗസ് ഇല്ലാഞ്ഞിട്ട്. ऊपर जा रहे हो या नीचे? ऊपर 3 पास. He's trying over there. നോർത്ത് ഫേസിൻ്റെ ഷോപ്പ് കണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്ന് കയറി നോക്കാം എന്താണ് റേറ്റൊക്കെയാണ്. നൈസ് ബാഗാണ്. 18,700 നേപ്പാളി. ഇത് കറങ്ങുന്നത് ഈ വെള്ളത്തിൻ്റെ ഫോഴ്സിലാണ് ഈ സാധനം കറങ്ങുന്നത്. പിള്ളേർ കൂട്ടയിടി. ഈവനിങ് ആയിക്കഴിഞ്ഞാൽ നംജെ വേറൊരു ബ്യൂട്ടിയാണ്. വിഷയവ മറ്റേ ചെറുപ്പല്ലേ, ഷെർപ്പയുടെ സ്മാരകമാണ്, സ്റ്റാച്ചു. നംജിയുടെ നൈറ്റ് വ്യൂ.
ഗൈസ് ഇതാണ് നമ്മുടെ റൂം. നമ്മൾ 2 ദിവസം ഇവിടെയാണ് സ്റ്റേ. ബാബ ഇന്ന് പോർക്ക് കറി, ഇതാണ് പോർക്ക് കറി. നംചിയിൽ പോർക്ക് കറി നമ്മൾ കുക്ക് ചെയ്തു. നല്ല ചോറും പിന്നെ അഭിഷേകും ബാബയും റോക്സി 2 ഗ്ലാസ്. വിഷയം പോർക്ക് കറി. എങ്ങനെയുണ്ട് ബാബ?